തൽക്ഷണം മരിച്ചത് 20 പേർ. ശേഷം തീവ്ര ചികിത്സയിലുണ്ടായിരുന്ന 3 പേർ കൂടി മരിച്ചതോടെ മരണം 23-ലെത്തി. 2 തവണ ടേക്ക് ഓഫ് ശ്രമം പരാജയപ്പെട്ടിട്ടും വീണ്ടും ടേക്ക് ഓഫിന് നിർബന്ധം പിടിച്ച പൈലറ്റ് ജെയിംസ് സ്റ്റെയിനിന്റെ പേരിലാണ് അപകടത്തിന്റെ മുഴുവൻ കുറ്റവും ചാർത്തപ്പെട്ടത്. എന്നാൽ തന്റെ തീരുമാനം ശരിയായിരുന്നുവെന്നും ടേക്ക് ഓഫ് ചെയ്യാതിരിക്കേണ്ട സാങ്കേതിക പ്രശ്നമോ കാലാവസ്ഥാ പ്രശ്നമോ അന്ന് മ്യൂണിക് എയർപോർട്ടിൽ ഇല്ലായിരുന്നുവെന്നും സ്റ്റെയിൻ വാദിച്ചു. അങ്ങനെ 10 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ 1968 അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. സാങ്കേതിക പ്രശ്നങ്ങളോ കാലാവസ്ഥാ പ്രശ്നങ്ങളോ ആയിരുന്നില്ല, റൺവേയിലെ ചളിയായിരുന്നു അപകടത്തിന് കാരണം എന്നായിരുന്നു വിചാരണ കോടതിയുടെ കണ്ടെത്തൽ. ഏതായാലും പ്രധാന 8 താരങ്ങളെയും അപ്രതീക്ഷിതമായി നഷ്ടമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടച്ചുപൂട്ടുമെന്ന അവസ്ഥയിലെത്തി. തന്റെ താരങ്ങളെ നഷ്ടപ്പെട്ടതിൽ മാനസികമായി തളർന്ന മാനേജർ മാറ്റ് ബുസ്ബി ആരോഗ്യം വീണ്ടെടുക്കാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. ശേഷം ആരാധകരുടെ നിരന്തര പ്രചോദനത്തിലും മറ്റ് ക്ലബ്ബുകളുടെ സഹായത്തിലും ക്ലബ്ബ് തിരിച്ചു വന്നു.